ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു പഞ്ചർ കിറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് വണ്ടിയിലെ പഞ്ചർ അടയ്ക്കാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് പഞ്ചർ കിറ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പഞ്ചർ എവിടെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് നമ്മളൊരു കപ്പിൽ കുറച്ച് ഷാമ്പു വെള്ളത്തിൽ കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോപ്പ് വാട്ടർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഞ്ചർ എവിടെയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ പഞ്ചറുള്ള ഭാഗത്ത് എയർ ബബിൾ വരുമല്ലോ. അപ്പോൾ സോപ്പ് വാട്ടർ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ടയറിൽ മൊത്തമായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഭാഗം കണ്ടോ, ഇവിടെ ഞാൻ ഇന്നാളെ ഒരു പഞ്ചർ അടച്ചതാണ്. അപ്പോൾ അതിൻ്റെ മേലെ പഞ്ചർ ഇന്നാളെ ഞാൻ ഒന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ചെറിയൊരു പഞ്ചറായിരുന്നു. അതിൽ നിന്ന് കുറേശ്ശെയാണ് എയർ ലീക്ക് ആവുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ പിന്നടയ്ക്കാന്നുള്ള പ്ലാനിൽ അങ്ങനെ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾക്കും കാണിച്ച് തരാൻ പറ്റില്ല എങ്ങനെ പഞ്ചർ അടയ്ക്കാന്ന്. ഇതേ കണ്ടോ ഗൈസ്, ഇതിവിടെ ബബിൾ വരുന്നുണ്ടോ, അതാണ് നമ്മുടെ ഒരു പഞ്ചർ. ഇനി വേറെ എവിടെയെങ്കിലും പഞ്ചർ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇങ്ങനൊരു പഞ്ചർ കയറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വന്തമായിട്ട് നിങ്ങളുടെ വണ്ടിയിൽ പഞ്ചറൊക്കെ അടയ്ക്കാൻ പറ്റും. ഇത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. വെറുതെ പഞ്ചർ കടയിലൊക്കെ കൊണ്ടുപോയി 100 രൂപ കളയേണ്ട കാര്യമൊന്നുമില്ല. ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് ഫുള്ളാക്കി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിലാണ് ഞാൻ വീഡിയോ ചെയ്തേക്കണേ. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാം. വേറെ എവിടെ നമ്മൾ പഞ്ചർ കണ്ടില്ല, അവിടെ മാത്രമേ ഉള്ളത്. ആ ബബിൾ വരുന്ന സ്ഥലം കണ്ടോ, അതാണ് പഞ്ചർ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പഞ്ചർ ഒട്ടിക്കാം. പഞ്ചർ ഒട്ടിക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണി എടുത്തിട്ട് ഈ സോപ്പ് വാട്ടറുള്ള ഭാഗമെല്ലാം നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്യണം. അതിന് ശേഷം വേണം നമ്മൾ പഞ്ചർ ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പഞ്ചർ ഒട്ടിക്കാനുള്ള സാധനം. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കയ്യിൽ ഗ്ലൗ ഇടണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പശയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയൊരു ടൈറ്റ് ഉണ്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ടൂൾ കണ്ടോ ഗൈസ്, ഇതിൻ്റെ സെൻറ്ററിലത്തെ ഹോളിൽ കൂടെ നമ്മൾ ഈ പഞ്ചർ അടയ്ക്കുന്ന സാധനം കറക്റ്റായിട്ട് നടുക്കാക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അവിടെ നമുക്ക് 2 സൈഡിലും ഈക്വലായിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റ് സെൻറ്ററാക്കി വെച്ചിട്ട് നമുക്ക് ഇനി ഇതിൽ ഗമ്മ് തേക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഗമ്മ് എടുക്കാം. ഇതാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ഗമ്മ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹോളുണ്ടല്ലോ, പഞ്ചറായ ഹോള്, അത് ചെറിയൊരു ഹോളായിരുന്നു. അപ്പോൾ ആ ഹോള് നമുക്ക് കുറച്ചൊന്ന് വലുതാക്കണം. വലുതാക്കിയാലാണ് നമുക്കത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് സെറ്റാവില്ല. അപ്പോൾ ഈ ടൂൾ വെച്ചിട്ട് നമ്മൾ ആ ഹോളൊന്ന് വലുതാക്കി കൊടുക്കണം. ഹോള് നമ്മൾ വലുതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എയർ പോകാണ്ടിരിക്കാൻ അത് വീണ്ടും അതിലോട്ട് നിന്ന് പ്രസ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2 സൈഡിലും ഗമ്മ് നല്ലോണം തേച്ച് കൊടുക്കണം, എന്നാലാണ് കറക്റ്റായിട്ട് ഒട്ടുകയുള്ളൂ. അത് കണ്ടോ, നമ്മളിങ്ങനെ ഗമ്മ് തേക്കുക. അതിനുശേഷം നമ്മൾ വിരൽ വെച്ച് 2 സൈഡിലും കറക്റ്റാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കണം, എല്ലാ ഭാഗത്തേക്കും ഗമ്മാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം എല്ലായിടത്തേക്കും നമ്മൾ സെറ്റാക്കിയിട്ട് ഇനി നമ്മൾ നേരത്തെ വെച്ച ടൂളുണ്ടല്ലോ ഹോള് വലുതാക്കുള്ളത്, അതെടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഹോളിലോട്ട് ഇത് കറക്റ്റായിട്ട് കയറ്റി കൊടുക്കുക. ഇത് നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഒരു 5 സെക്കൻഡ് അതിൽ ഹോൾഡ് ചെയ്യണം. അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം തന്നെ ഊരരുത്. അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ ഊരിടുക. എന്നിട്ടൊരു വീണ്ടും ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആ എക്സസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് കളയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മൾ ആക്സസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഇത് കുറച്ച് പുറത്തേക്ക് നിർത്തിയിട്ട് വേണം കട്ട് ചെയ്യാൻ, ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്. ബാക്കിയുള്ള ഭാഗം നമ്മൾ വണ്ടി റണ്ണിങ്ങിൽ ഓടിയിട്ട് അത് തേഞ്ഞ് ടയറിൻ്റെ ഒപ്പം സെറ്റ് ആവും. അപ്പോൾ നമ്മൾ പഞ്ചർ ഒട്ടിക്കുന്ന പരിപാടി കഴിഞ്ഞു. ഇത്രയും സിമ്പിൾ പരിപാടിയായിരുന്നു പഞ്ചർ ഒട്ടിക്കാൻ. അത് സെറ്റ് ആയില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.